കേരളത്തിലെ പ്രസിദ്ധവും അപ്രസിദ്ധവുമായ ധാരാളം മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലബാറിലെ ചിരപുരാതനവും നൂറ്റാണ്ടുകൾ പഴക്കവുമുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്ക് സമീപം ചെറുവണ്ണൂർ പഞ്ചായത്തിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീ തേക്കിൽ മഹാവിഷ്ണു ക്ഷേത്രം. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് തകർന്ന മലബാറിലെ ഏതാനും ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയായ ഈ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ് ദർശനമായി ചതുര ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ശ്രീ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പേരാമ്പ്രയ്ക്ക് സമീപം ചെറുവണ്ണൂർ പഞ്ചായത്തിൽ കുട്ടോത്ത് ദേശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെടുകയും ശ്രീകോവിൽ തറയും കരിങ്കൽ വിഗ്രഹവുമായി അവശേഷിക്കുകയും ചെയ്തു. പിന്നീട് വർഷങ്ങളോളം കാട് മൂടിക്കിടന്ന ഈ ക്ഷേത്രം നല്ലവരായ ഭക്തജനങ്ങളുടെയും മറ്റും സഹായത്താൽ കാട് വെട്ടിത്തെളിച്ച് ക്ഷേത്രം കണ്ടെടുക്കുകയും ചെയ്തു. വൈകാതെ ദേവനെ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മിച്ച് ആരാധന തുടങ്ങുകയും പിന്നീട് സ്വർണപ്രശ്ന വിധിപ്രകാരം ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഹിരണ്യകശിപുവിനെ വധിച്ചതിനു ശേഷമുള്ള രൗദ്രതയിൽ നിന്ന് ശാന്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഭാവത്തിലാണത്രേ ഇവിടെ ദേവൻ കുടികൊള്ളുന്നത്. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ദേവനെ ലക്ഷ്മി ദേവി പാനകമൂട്ടി ശാന്തസ്വരൂപത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണത്രേ വിശ്വാസം. അതിനാലാണത്രേ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ പാനകം വിശേഷ വഴിപാടായി നൽകി വരാറുള്ളത്. ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രം ഏകദേശം 2400 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. വാണത്തൂർ ഇല്ലത്തെ വാസുദേവൻ നമ്പൂതിരി ആണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി. അർദ്ധരൗദ്രഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ദേവൻ കുടികൊള്ളുന്നതെങ്കിലും സർവാഭീഷ്ട വരദായകനും ക്ഷിപ്രപ്രസാദിനിയുമാണ് ക്ഷേത്രേശനായ ശ്രീ മഹാവിഷ്ണു എന്നാണ് പ്രഹ്ലാദ രക്ഷയ്ക്കായി അവതരിച്ച നരസിംഹമൂർത്തി സങ്കല്പത്തിൽ വൈകുണ്ഠനാഥൻ ഈ പുണ്യസന്നിധിയിൽ ഭക്തജന ലക്ഷങ്ങൾക്ക് സർവാഭീഷ്ട വരദായകനായി കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായ ക്ഷേത്രക്കുള നവീകരണം, കൊടിമര പ്രതിഷ്ഠ, പ്രദക്ഷിണ വഴി കല്ല് പതിക്കൽ എന്നിവയെല്ലാം ബാക്കിയായി നിൽക്കുകയാണ്. ഈ പ്രവർത്തികൾ ഇത്രയും വേഗം തീർക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര ഭാരവാഹികൾ. പണ്ട് ടിപ്പു സുൽത്താനായി